കഥയുടെ പേര് തായ്. സ്വന്തമായി എഴുതിയ ഒരു കഥ. കട്ടപിടിച്ച ഇരുട്ടിൽ കട്ടിച്ചുവപ്പുള്ള ചോര കിടന്നു തിളങ്ങിയ പാത്രം താഴെ വീണുടഞ്ഞതും ബാബ കാർ ബ്രേക്കിട്ട് ചവിട്ടി നിർത്തിയതും ഒരുമിച്ചായിരുന്നു. വിളഞ്ഞ ഗോതമ്പ് പാടങ്ങളിൽ നിന്നും വീശിയടിച്ച സായാഹ്നസൂര്യൻ്റെ കുങ്കുമച്ചായ കലർന്ന കാറ്റ് കമലയുടെ കണ്ണുകളിൽ നിന്നും ലൈലയുടെ പൂർത്തിയാക്കാതെ ഇട്ടുപോയ സ്വപ്നത്തിൽ താണുപോയി. എന്തു പറ്റി ബാബ? തലയിലെ നട്ടത്തിൽ നിന്നും പുറത്തേക്ക് അനുസരിക്കാതെ എത്തി നോക്കിയ മുടിനാരുകളെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചു കമല കണ്ണുമിഴിച്ച് ചോദിച്ചു. നായ വട്ടം ചാടി. ഒന്നും പറ്റിയില്ല അതിന്. കമല പുറത്തേക്ക് നോക്കി. പാടത്തിൻ്റെ അതിർവരമ്പിലൂടെ ഒരു നായ എന്തോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുന്നു. പാവം, അത് പേടിച്ചു പോയി കാണും. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതുപോലെ അത് കിട്ടിയ ജീവനും കൊണ്ട് ഒരു നിമിഷം പോലും നിൽക്കാതെ ഓടുകയാണ്. ഒരു പക്ഷേ ലൈലയ്ക്കോ എന്നെപ്പോലെ ആ ഓടിപ്പോകുന്ന നായയ്ക്കും ഒരു കുഞ്ഞു കാണുമല്ലേ, നൊന്തു പ്രസവിച്ച ഒരു നായ്ക്കുഞ്ഞ്. പക്ഷെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലെ ആത്മബന്ധങ്ങളൊക്കെ മൃഗങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ? കമല ചിന്തിച്ചു. പണ്ട് ലൈല പറഞ്ഞു കേട്ടിട്ടുണ്ട്, താൻ കുഞ്ഞായിരിക്കുമ്പോൾ ലൈല കുറേ മുയലുകളെ വളർത്തിയെന്ന്. ഒരു ദിവസം മുയൽ പ്രസവിച്ചു. കുഞ്ഞുങ്ങളെ മാറ്റാൻ ലൈല ഇത്തിരി വൈകിപ്പോയത്രേ. അപ്പോഴേക്കും ആ തടിച്ചു മുയൽ ഒരു കുഞ്ഞിനെ പച്ചയ്ക്ക് വിഴുങ്ങി. എന്നിട്ട് അതിൻ്റെ ചുണ്ടിലെ ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ലൈല അന്ന് ഛർദിയോട് ഛർദിയായിരുന്നുവെന്ന്. അന്ന് ഒരു പറ്റ ചോറ് ഇറങ്ങിയില്ലെന്നും. അതിൽ പിന്നെ ലൈലയ്ക്ക് മുയലുകളോട് വെറുപ്പാണ്. നായ്ക്കുട്ടികളെ ലൈലയ്ക്ക് ഭയങ്കര കാര്യമായിരുന്നു. മോട്ടു എന്നൊരു നായ്ക്കുട്ടി പണ്ട് വീട്ടിൽ മീൻ വാങ്ങിയാൽ മണം പിടിച്ചു വരുമായിരുന്നു. ലൈല വെട്ടി വൃത്തിയാക്കി അതിൻ്റെ മുള്ളും വെള്ളവും ഒഴിച്ചു കൊടുക്കും. മിച്ചം വന്നാൽ മീനും. മോട്ടുവിൻ്റെ അമ്മ അങ്ങാടിയിൽ വഴിപോക്കരുടെ കല്ലെറിന് നിരന്തര വിധേയയാവാറുള്ള ആരും പേരിടാത്തൊരു കൊടിച്ചുപട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടിച്ചു വരുന്ന വഴി ഒരു ദിവസം ആ കൊടിച്ചുപട്ടി മോട്ടുവിനെ കടിച്ചു കീറുന്നതും ഞാൻ കണ്ടു. അന്നെനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്തു, ഇത് മോട്ടുവിൻ്റെ അമ്മയല്ലേ എന്ന്. അപ്പോൾ മോനെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്നും. മൃഗങ്ങളൊക്കെ വലുതാകുമ്പോൾ ബന്ധങ്ങൾ മറന്നു പോകുമോ എന്ന് ഞാൻ ആലോചിച്ചു. ലൈലയോട് ഞാൻ എപ്പോഴും അടിയായിരുന്നു. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട്, ചപ്പാത്തി പരത്തുന്നത്. അതിന് ഇത്തിരി കൂടുതൽ ശക്തി പ്രയോഗിക്കാൻ എൻ്റെ പൂഴ്ത്തി വെച്ച മടി അനുവദിക്കുമായിരുന്നില്ല. ലൈലയെ എനിക്ക് തീരെ വിലയിലായിരുന്നു. കണ്ണു പൊട്ടുന്ന ചീത്ത ഞാൻ വിളിക്കും. ലൈല ഒന്നും മിണ്ടില്ല. നീ ഒരമ്മയാകുമ്പോഴേ എൻ്റെ വേദന അറിയുമെന്ന് പതുക്കെ പറയും. അന്നതിൻ്റെ അർത്ഥവും പര്യായവും ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ബാബ വളയം പിടിക്കുന്നതിനിടയിൽ രസം പിടിച്ചൊരു സിനിമ കാണുമ്പോൾ ടി വിയിൽ പരസ്യം വരുന്ന പോലെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പോക്ക് വേണ്ടിയിരുന്നോ എന്ന്. സാധാരണ ബംഗാളിലെയും മറ്റു അന്യദേശ സംസ്ഥാനങ്ങളിലെയും ആളുകളുടെ കുടിയേറ്റ നാടായി നമ്മുടെ നാട് മാറിയപ്പോൾ ലൈലയുടെ വിധി നേരെ തിരിച്ചായിരുന്നു. മനസ്സിൽ സൂക്ഷിച്ചു വച്ച ഭാവി വര മലയാളി നവവര സങ്കല്പം അപ്പാടെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഒരു ബോംബെക്കാരനെ പ്രേമിച്ച് കെട്ടിപ്പോയി. അവിടെ ചെന്ന് വട്ടം കിറങ്ങി ഒരു വിധി. ഇട്ടിട്ട് പോയ ബോംബെക്കാരൻ അച്ഛനെ താൻ കണ്ടതുമില്ല. അവിടെ നിന്ന് കുടിയേറി ഒരുപാട് നാടുകൾ കണ്ട സംതൃപ്തിയിൽ ലൈലയെ അടക്കി വാണു കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം ജീവിതത്തോടുള്ള പുച്ഛം ലൈലയോടും തനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ആ ലൈല തനിക്ക് വേദന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം വെട്ടിക്കീറി തന്നു. ലൈലയ്ക്ക് കരൾ മാറ്റിവെക്കണം, അല്ലാതെ ജീവിതം മുന്നോട്ടാവില്ല. അങ്ങനെ കമല വാടക ഗർഭപാത്രത്തിൻ്റെ ഉടമയായി. നാട്ടിൽ നിന്നും ഏജൻസി വഴി വേറൊരു സ്ത്രീയും അവളോടൊപ്പം കാറിലുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ അവർ പാലിക്കേണ്ട നിയമങ്ങളിൽപ്പെട്ടു അവൾ തൻ്റെ ആഗ്രഹം സഫലമാകാതെ മടങ്ങുകയാണ്. എന്തിനാണ് കമല ആ കുഞ്ഞിനെ കാണാൻ ഒച്ച വയ്ക്കുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ അതിനോട് നിനക്കൊരു ആത്മബന്ധവും പാടില്ലെന്ന്. ആ കുഞ്ഞിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ജനിതക സ്വഭാവങ്ങളെ അതിന് വരൂ. നിന്റെ ചുമതല കഴിഞ്ഞു. നീ പ്രസവിച്ച അമ്മയാണ്, അത് അതിൻ്റെ സ്വന്തം അമ്മയും. നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ പ്രതിഫലം പറ്റി. അതോടെ ആ അധ്യായം കഴിഞ്ഞു. എന്നിട്ട് ഓരോ മോഹങ്ങൾ. ബാബയ്ക്കൊപ്പം അയാളുടെ നേരെ ഇരുന്നിരുന്ന ഗണപതിയുടെ വിഗ്രഹം തന്നെ നോക്കി കണ്ണുരുട്ടി. എന്തോ തോന്നിപ്പോയി ബാബ, ഉള്ളിലൊരെടുപ്പ്. ലൈല പറഞ്ഞ പോലെ ആ വേദന നെഞ്ചിൽ കിടന്ന് പിടയ്ക്കാം. കമല വയറിൽ അമർത്തി പറഞ്ഞു. ഇപ്പോഴും അവൾക്ക് അവളുടെ വയർ നിറഞ്ഞു നിൽക്കുന്ന പോലെ നിറകണ്ണുകളാൽ നോക്കിയപ്പോൾ തോന്നി, തനിക്ക് വിലയില്ലെങ്കിലും വാടകയായാലും ഗർഭത്തിൽ തുടിച്ചതല്ലേ മുത്തേ.